ഹായ് ഫ്രണ്ട്സ്, ഒരു ജ്യൂസ് റെസിപ്പി കണ്ടാലോ? 2 ക്യാരറ്റ് വെച്ചാണ് കേട്ടോ നമ്മുടെ കളി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ അമർത്താനും മറക്കണ്ടേ. അപ്പോൾ റെസിപ്പി കണ്ടു നോക്കിയാലോ? 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് കുക്കറിൽ വേവിച്ചെടുക്കുക കേട്ടോ. കുക്കറിൽ വേവിച്ചതിൻ്റെ ശേഷം ആ വെള്ളം തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഒഴിച്ചത്. തണുത്തതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം. ആവശ്യത്തിന് മധുരം ഇടുക. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര ഇടുക. പിന്നെ ഞാൻ കട്ട പാലാണ് കേട്ടോ ഒഴിച്ചത്. കട്ടപ്പാൽ ഒഴിച്ചതിൻ്റെ ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വരാം. അങ്ങനെ ഞാൻ മിക്സിയിൽ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കട്ടി കുറവാണ് വേണ്ടത് വെച്ചാൽ പാലൊന്ന് കൂടുതൽ വാർന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ കുറച്ചുണ്ടാവുമല്ലോ, അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ആ ജ്യൂസിലേക്ക് ഒഴിക്കുക. പിന്നെ നല്ല തണുത്ത പാൽ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി നോക്കുക. നല്ല തിക്കായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാലോ തണുത്ത വെള്ളം എന്താ വേണ്ടത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു അടിപൊളി ജ്യൂസാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ വേണ്ട 2 സാധനങ്ങളാണ് ഇനി വേണ്ടിയുള്ളൂ. ഒന്ന് നമ്മുടെ വാനില എസൻസ് ഇല്ലേ, അത് ഒരു 3 തുള്ളി ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ അത് നല്ലവണ്ണം ഇളക്കിയതിൻ്റെ ശേഷം കുറച്ച് കട്ടി ഉണ്ട് എങ്കിൽ, കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പാലോ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. ഇനി നമുക്ക് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതേമാതിരി 2 ജ്യൂസ് ഗ്ലാസ്സിലേക്കും ഒഴിച്ചതിൻ്റെ ശേഷം നമ്മുടെ ക്യാരറ്റിൻ്റെ മുകളിലൊന്ന് ഭംഗിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബദാമാണ് കേട്ടോ എടുത്തത്. ബദാം എടുത്തിട്ട് ഒന്ന് ചെറുതാക്കി ക്രഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ അടുത്ത് ചിയാ സീഡൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ബദാം ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയായിട്ട് നാളെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക.